ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലത്തെ ചെറിയൊരു നമ്മൾ വീട്ടിലെ ഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സെക്യൂരിറ്റി അലാറമാണ്. അപ്പം പറഞ്ഞ് താമസിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ സെക്യൂരിറ്റി അലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയ സാധനങ്ങളാണ്. ഇച്ചിരി വയർ എടുത്തിട്ടുണ്ട്, ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്, 2 ആണി, ചെറിയ ആണി, പിന്നെ ഒരു ബസർ, ഒരു സ്ക്രൂ, ഒരു പാനിൻ്റെ ടോപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാനിൻ്റെ ടോപ്പ് എടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മളെടുത്ത സ്ക്രൂ അതൊന്ന് അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊണ്ട് പോകണം. ഈ സ്ക്രൂവിനേക്കാളും നല്ലത് ഒരു ബോൾസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതായിരിക്കും, അതാണ് നല്ലത്. കാരണം അത് നിങ്ങൾക്ക് വീഡിയോ മുമ്പിലേക്ക് കാണുമ്പോൾ മനസ്സിലാകും എന്താണ് ഞാൻ പറയാം. അതായിട്ട് നമുക്ക് ചെറിയ 2 ആണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആണി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ അകത്തൂടെ പേനയുടെ അടപ്പിൻ്റെ അകത്തൂടെ നിന്ന് തുളച്ച് അപ്പുറം ഇപ്പുറം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടോ, ഞാനൊരു കട്ടിംഗ് പ്ലെയറിൽ ആണി എടുത്ത് ഇച്ചിരി ഹീറ്റ് ചെയ്തിട്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് അടിച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഹീറ്റ് ചെയ്തിട്ട് അത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കിയെടുത്തു. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ആ അകത്തെ സ്ക്രൂ നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്റ്റ് വരും. അപ്പോൾ അത് സ്വിച്ച് പോലെ വർക്കാവും. ഓക്കെ, അപ്പോൾ ഞാൻ ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 വാട്ട്സിൻ്റെ ബാറ്ററിയാണ്. ഇത് ഒരു പവർ ബാങ്കിൻ്റെ പവർ ബാങ്കിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ആ ബാറ്ററിയിലേക്ക് ആ ടോപ്പ് ഒന്ന് ഒട്ടിച്ചെടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബസറില്ലേ, ചെറിയ ബസർ, അതും കൊണ്ട് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുത്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണക്ഷൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം വളരെ ചെറുതാണ്. അപ്പോൾ കണ്ടോ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഡയറക്റ്റ് ഒരു വയർ എടുത്ത് ഞാൻ ബസറിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ബസറിൻ്റെ നെഗറ്റീവ് ടെർമിനലിന് എടുത്തിട്ട് ഒരു ആണിലേക്ക് ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് താഴത്തെ ആണിയുടെ ഓപ്പോസിറ്റ് ആണിലേക്ക് ഇനിയൊരു വയർ, അതായത് മൈനസ് എടുത്തിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അകത്ത് ബോൾസ് വെക്കുന്നതായിരിക്കും ബെറ്റർന്ന്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ സ്ക്രൂ വരുമ്പോൾ കൃത്യമായി അത് ടച്ച് ആകുന്നില്ല, അതുകൊണ്ടുണ്ടോ സൗണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോൾസ് യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഡോറിൽ വെച്ചു, നമ്മൾ താഴേക്ക്, അതായത് ഡോർ ഓപ്പൺ ആക്കാൻ താത്തുമ്പോൾ അത് കറക്റ്റായിട്ട് ടച്ച് ആകാത്തതുകൊണ്ട് സൗണ്ട് വരുന്നില്ല. അപ്പോൾ ബെറ്റർ അത് ബോൾസ് യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് അവിടെ പറ്റിയ ഒരു തെറ്റ്. ഞാൻ സ്ക്രൂ യൂസ് ചെയ്തതാണ് ഇത്, കാരണം എനിക്ക് ബോൾസ് കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് സ്ക്രൂ യൂസ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ഡെമോ കാണിച്ച് തന്നെയാണ്. ഓക്കെ, കണ്ടോ, അപ്പോൾ ഇതിൽ കറക്റ്റായി മനസ്സിലാവും. കണ്ടോ, ടച്ച് ചെയ്യുന്നുണ്ട്, ബട്ട് ടൈം എടുത്ത് വർക്കാവുന്നത്. ഓക്കെ, ഒരു ടച്ചാകുന്നത് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ബോൾസ് യൂസ് ചെയ്യാൻ മതി. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.